ജീവിതത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ചോദ്യമുണ്ട്. എൻ്റെ ഭാഗ്യം എപ്പോഴാണ് വരുന്നത്? എനിക്ക് എപ്പോഴാണ് ഒരു നല്ല ദിവസമുണ്ടാകുന്നത്? എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ? പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സത്യം, ശിവഭഗവാൻ തരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തെ തടുത്തു നിർത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റില്ല. ഏതെങ്കിലും ഒരു ദൈവത്തേക്കാൾ കരുണയും ഹൃദയവും ലാളിത്യവും മൗനവുമായ ദൈവം ശിവഭഗവാനാണ്. ശിവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ല. ഭഗവാൻ നമ്മളെ അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയം, മനസ്സ്, നമ്മുടെ ഭയങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം ഭഗവാൻ കാരുണ്യത്തോടെ നോക്കിക്കാണുന്നവനാണ്. ശിവഭഗവാന്റെ കൃപ ഒരിക്കൽ നമ്മളിലേക്ക് തിരിഞ്ഞാൽ ജീവിതം തന്നെ നമ്മൾക്ക് മാറിപ്പോകും. ശിവഭഗവാന്റെ കൃപ ഒരു കുറുക്കുവഴിയായിട്ടുള്ള കാര്യമല്ല. ആ ഭഗവാന്റെ കൃപ കൃത്യമായിട്ട് കണക്ക് കൂട്ടി തീരുമാനിച്ചുറച്ചും വരുന്നതല്ല. ഭഗവാന്റെ അനുഗ്രഹം വരുമ്പോൾ അതൊരു ഒരു വെള്ളപ്പാച്ചിൽ പോലെ നമ്മളിലേക്ക് വരും. എല്ലാ തടസ്സങ്ങളെയും തകർത്തുകൊണ്ട്, എല്ലാ വഴികളെയും തുറന്നുകൊണ്ട്, എല്ലാ വിരോധികളെയും, നമ്മുടെ ശത്രുക്കളെ എല്ലാം തകർത്തുകൊണ്ട് നമ്മളിലേക്ക് വരുന്ന ഒരു പ്രവാഹമാണ് ശിവഭഗവാന്റെ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കൃപയുണ്ടെങ്കിൽ, അതായത് ഒരു ജോലിയാകാം, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ മാറണമെന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സൗഖ്യമാകാം, അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനമാകാം. ശിവഭഗവാൻ ആ ഒരു ദാനമായിട്ട് നമ്മൾക്ക് തരണമെന്ന് ആ ഒരു നിമിഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറുന്നത് നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മളുടെ തലവര തന്നെ മാറിപ്പോകും. അത് ശിവഭഗവാനോട് ഭക്തി വെച്ചവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഭഗവാന്റെ തീരുമാനത്തിന് ഒരു മനുഷ്യ ബുദ്ധിക്കും അത് പിടിച്ചാൽ കിട്ടില്ല, പിടിച്ചു നിർത്താൻ പറ്റില്ല. ഭഗവാന്റെ തീരുമാനങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ശിവഭഗവാൻ നമ്മൾ കാണുന്നിടത്ത് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ കാണാത്തിടത്തേക്കാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മൾ വാതിലിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇത് തുറക്കില്ല എന്ന് കരുതി നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പോൾ ശിവഭഗവാൻ പുറകിൽ നിന്ന് 10 വാതിലുകൾ നമ്മൾക്ക് നിശബ്ദമായി തുറന്നു വയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മളാണ് അതെല്ലാം കാണാതെ പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് ആ തുറക്കാത്ത വാതിലിന് നേരെ നിന്ന് നമ്മൾ ശബ്ദം ഇട്ട് കൂകി കരയുകയാണ് ചെയ്യുന്നത്. നമ്മൾ കരുതുന്നത് എനിക്ക് വഴിയൊന്നുമില്ല, എനിക്കാരുമില്ല. പക്ഷെ ഭഗവാൻ അപ്പോൾ ചിരിക്കുകയാണ്. നീ കാണാത്തിടത്ത് ഞാനൊരു പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ പറയുകയാണ്. പക്ഷെ നമ്മൾ നോക്കുന്നില്ല. ഭഗവാൻ നമ്മൾക്ക് മുന്നിൽ അടച്ചിട്ട ആ വാതിലേക്ക് തന്നെ നോക്കിയാണ് നമ്മൾ കരയുന്നത്. നമ്മൾക്ക് വരുന്ന അനുഗ്രഹങ്ങളെ ഒക്കെ തടയാൻ ആളുകൾ ശ്രമിക്കും. പക്ഷേ അതെല്ലാം വിഫലമാകും. ഭഗവാനോട് അത്രമേൽ ഭക്തി വെച്ച് കഴിയുമ്പോൾ അവർ ശ്രമിക്കുന്ന ആ ശ്രമങ്ങളെല്ലാം വിഫലമാകും. ഇത് ജീവിതത്തിലെ വലിയൊരു സത്യമാണ്. നിങ്ങൾ ഉയരുന്നത് കാണുവാൻ എല്ലാവർക്കും ഒന്നും ഇഷ്ടമായിട്ടില്ല. ചിലപ്പോൾ അത് ശത്രുക്കളുടെ എണ്ണമുണ്ടാവില്ല. ചിലർ തടസ്സങ്ങളുണ്ടാക്കും, ചിലർ പിന്നിൽ നിന്ന് കുത്തുവാക്കുകൾ പറയും, ചിലർ വഴിമുടക്കും, ചിലർ അസൂയപ്പെടും. പക്ഷേ ഭഗവാന്റെ കൃപ ഇടപെടുന്ന ആ ഒരു നിമിഷം, ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്ന നിമിഷം മുതൽ അവരെല്ലാവരും നമ്മളെ വിട്ടുപോകും. കൂടെ ചിരിച്ച് സുഹൃത്തിനെ പോലെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്നവർക്ക് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ അത് കണ്ടുപിടിക്കും, ഭഗവാൻ അത് മനസ്സിലാക്കും. ഭഗവാൻ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളിൽ നിന്ന് അവരെ മാറ്റി നിർത്തും. അപ്പോഴും നമ്മളത് സത്യം മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് അതെന്തോ ഒരു വലിയ നഷ്ടം എനിക്ക് സംഭവിച്ചു. അവരെ തന്നെ ഓർത്ത് നമ്മൾ ദിവസങ്ങൾ ഉരുക്കി തീർക്കും. പക്ഷേ ഭഗവാന്റെ ആ ഒരു നീതിമാനായ ആ ദൈവം നമ്മളിൽ നിന്നും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകാതെ പോകും. ഭഗവാൻ പറയുന്ന ഒറ്റ വാക്ക്, നീ കഷ്ടപ്പെട്, അല്ലെങ്കിൽ നീ കാത്തിരിക്കുക, ഇല്ലെങ്കിൽ നീ സഹിക്കുക, പക്ഷെ ഞാൻ നിനക്ക് കൂട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു അനുഗ്രഹം നമ്മൾ കാണുന്നില്ല. നമ്മൾക്ക് തടസ്സങ്ങൾ വരുമ്പോഴും, നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ
നമ്മൾ കരുതുന്നതെല്ലാം ഇത് വേറെന്തൊക്കെയോ ആണെന്നാണ്. പക്ഷെ അല്ല. നീ ഇത് ഇന്ന് നിൻ്റെ കർമ്മഫലത്തിൻ്റേതായിട്ട് നീ ഇന്ന് അനുഭവിച്ച് നീ ഇത് കടന്നു വരുമ്പോൾ നിനക്ക് കൂട്ടായി ഞാനുണ്ട്. നീ ആ പാലം കടന്ന് നീ എന്നിലേക്ക് വാ എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കടന്ന് ഭഗവാനിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളുടെ വിരോധികളെല്ലാം മൗനമായിട്ട് മാറിപ്പോകും. അവർക്കൊരു വാക്കുപോലും നമ്മളോട് പറയാൻ പറ്റില്ല. കാരണം അവരോട് ശിവൻ പറയുന്നത് ഇവൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്, നിനക്കിവിടെ കാര്യമില്ല. അങ്ങനെ അവരെ ഭയപ്പെടുത്തി നമ്മളിൽ നിന്നും അകറ്റിവിടും ഭഗവാൻ കൃപയുടെ നമ്മുടെ മുന്നിൽ നടക്കുമ്പോൾ വഴിയിൽ നമ്മൾ വീഴേണ്ടിയിരുന്ന കല്ലുകളെല്ലാം മാറിപ്പോകും. മുൻപ് കുഴപ്പമായിരുന്ന വഴികളെല്ലാം സമതലമാകും. തടസ്സങ്ങളെന്ന് തോന്നിയിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് സഹായങ്ങളായിട്ട് വരും. നഷ്ടപ്പെട്ടതെന്ന് കരുതിയതെല്ലാം ഇരട്ടിയായിട്ട് ലഭിക്കും. ജീവിതത്തിലെല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ ആ ഒരു ഇടത്തിൽ നിന്നും പുതിയ തുടക്കമുണ്ടാകും. ഇതാണ് ശിവഭഗവാനോടുള്ള ബന്ധം. ഇതാണ് ശിവൻ്റെ സത്യമായ കരുണ. ഭഗവാനോടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ ശക്തമാക്കേണ്ടതെന്ന് ഓരോ ശിവഭക്തനും മനസ്സിലാക്കണം. ഒന്നും വലിയ ചടങ്ങുകളൊന്നും ആവശ്യമില്ല. വലിയ വഴിപാടുകൾ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഭഗവാൻ ഒരു കാര്യം മാത്രമേ ചോദിക്കുകയുള്ളൂ. സത്യസന്ധമായ ഒരു മനസ്സാണോ? ഒരു നിമിഷമെങ്കിലും എന്നെ നീ സ്നേഹത്തോടെയാണോ വിളിക്കുന്നത്? ശിവഭഗവാന്റെ ആ ഒരു തിരുനാമങ്ങൾ ഒന്ന് ഉച്ചരിക്കൂ. ഓം നമഃ ശിവായ. അതുമാത്രം മതി. അതൊരു മന്ത്രമല്ല. അത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. ഒരു അനുഗ്രഹത്തിൻ്റെ വഴിത്തിരിവാണത്, പഞ്ചാക്ഷര മന്ത്രം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ ഒരു വാക്ക് നമ്മൾ മറക്കരുത്. ജീവിതം നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കും. പരീക്ഷണങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, വിരോധികൾ സംസാരിക്കും നമ്മളോട്. ചിലപ്പോൾ അതെല്ലാം സഹിക്കാൻ പറ്റാതെ നമ്മൾ തകർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ ഭഗവാൻ തരണമെന്ന് വിചാരിക്കുന്ന ആ നിമിഷം മുതൽ നമ്മളുടെ ജീവിതം മാറി തുടങ്ങും. ഒരു മനുഷ്യനും ഒരു കെട്ടിടത്തിനും ഒരു ഗ്രഹത്തിനും ഒരു ദോഷങ്ങൾക്കും അല്ലെങ്കിൽ ഏതൊക്കെ ശക്തി മുഴുവൻ ഒന്നിച്ചു വന്നാലും ഭഗവാൻ നൽകുന്ന അനുഗ്രഹത്തെ തടുക്കാൻ പറ്റില്ല. ആ ഒരു ഉറച്ച വിശ്വാസമായിരിക്കണം ഓരോ ശിവഭക്തനും ഉണ്ടാകേണ്ടത്. ഭഗവാന്റെ അമ്പലങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചൊരു മന്ത്രവാദിയെ കാണാൻ പോകുന്നത് അവിടെ നിങ്ങൾ ഭഗവാനെയാണ് പരീക്ഷിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. വീണ്ടും ഭഗവാന്റെ കരുണയും ഭഗവാന്റെ ആ ഒരു കരുണയെ മനസ്സിലാക്കുമ്പോൾ, കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കണം. ആ കഷ്ടങ്ങളെല്ലാം നമ്മളെ ഉരുക്കി വാർത്തെടുക്കുകയാണ്. നമ്മുടെ ആ കർമ്മഫലങ്ങളെല്ലാം നമ്മളിൽ നിന്നും എത്രയും പെട്ടെന്ന് നമ്മൾ അതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റി അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രവാഹം തന്നെ നമ്മളിലേക്ക് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മൾക്ക് ആ കഷ്ടങ്ങളും അകൽച്ചകളും തകർച്ചകളും എല്ലാം നമ്മൾക്ക് തരുന്നത്. ഭഗവാൻ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരേണ്ട ഒരു അനുഗ്രഹങ്ങളും ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ആ ഒരു ഉറച്ച വിശ്വാസമാണ് ഓരോരുത്തർക്കും വേണ്ടിയത്. എത്ര വൈകിയാലും ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നവർക്ക് അതൊരിക്കലും ഒരു കുറവായിട്ട് വരികയില്ല. എന്ത് വിഷമങ്ങൾ വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അതൊന്നും അവർക്കൊരു കുറവായിട്ട് കാണുകയില്ല. അതെല്ലാം അവർ സഹിക്കാൻ തയ്യാറാകും. ഭഗവാൻ നമ്മളോടൊപ്പമുണ്ടാകും. ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്, ശ്വാസമായി. ആ ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ ഭഗവാന്റെ ആ സാമീപ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. എല്ലാവരും പറയുക ഓം നമഃ ശിവായ. ഉറങ്ങുന്നതിന് മുൻപ് ഭഗവാനെ സ്മരിച്ച് ഇന്ന് ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഭഗവാനോട് മാപ്പ് പറയുക. പ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേറ്റുന്ന നിമിഷം ഇന്നത്തെ ഒരു ദിവസം തന്നതിന്, ഇന്നത്തെ ദിവസം കൂടെ ഉണ്ടാവണേ എന്നുള്ള അല്ലെങ്കിൽ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ഭഗവാനെ നന്ദിയോടെ തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസമാവട്ടെ. ഭഗവാനെ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ഒരിടത്തും അവർ തളർന്നു പോവില്ല.
തളർത്താൻ ഭഗവാൻ അനുവദിക്കില്ല. ആ ഒരു ധൈര്യത്തോടെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകാൻ കരുത്താർജിച്ച് ഓരോരുത്തരുടെ ജീവിതവും മംഗളകരമാകാൻ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.